അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ ധർണ നടത്തി. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഭരണത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ആൾ തന്നെ, ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ശക്തി എത്രയോ ഇരട്ടി വർദ്ധിക്കുകയാണ് എന്നുള്ള സത്യത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ADGP അജിത് കുമാറുമായുള്ള അജിത് കുമാറിൻ്റെ വീരകഥകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ അൻവർ MLA പുറത്തു കൊണ്ടുവന്നു. അതിലിപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷം കയറി പിടിച്ചിരിക്കുന്നത് ADGP RSSൻ്റെ നേതാക്കന്മാരെ കണ്ടു എന്നാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. RSS നേതാവിനെ കാണുവാനുള്ള അവകാശം നമ്മുടെ നാട്ടിലെ ഓരോ പൗരനുമുണ്ട്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായി എന്നുള്ളത് കൊണ്ട് കാണാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് നിരക്കാത്ത ഒരു വാദഗതിയാണ്. അതിനെക്കുറിച്ചല്ല നമുക്കിപ്പോൾ. ചില ആളുകൾ അതിൽ കയറി പിടിച്ച് അൻവർ പറഞ്ഞ മറ്റു കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം, അതിലൊരു ഗൂഢാലോചനയുണ്ട്. ADGP അജിത് കുമാർ, ഞാൻ അദ്ദേഹത്തെ പലയിടത്തും പല സന്ദർഭങ്ങളിലും നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് അന്നേ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. അദ്ദേഹം RSSൻ്റെ ഉന്നതാധികാരിയെ പലവട്ടം കണ്ടു എന്നുള്ളത് വലിയ ഒരു കുറ്റകൃത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതൊരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 100 വർഷത്തെ പാരമ്പര്യമുള്ള RSS നേതൃത്വവുമായി ADGP MR അജിത് കുമാർ സംസാരിച്ചതിൽ തെറ്റില്ലെന്നും PV അൻവർ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങളുടെ ഗൗരവം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് ചിലർ ഗൂഢലക്ഷ്യത്തോടെ വിവാദമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K. രഞ്ജിത്ത്, C. രഘുനാഥ്, KK വിനോദ് കുമാർ, ബിജു എളക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.